പലപ്പോഴും നിരവധി വിവാദ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വ്യക്തിയാണ് മോഹൻ ഭാഗവത്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകൾക്കു നേരെ പലരും പ്രതികരിച്ച് രംഗത്ത് വരുന്നതും സ്വാഭാവികമാണ്. ഇപ്പോൾ പുതിയ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് RSS തലവൻ. അതായത് ഹിന്ദുക്കൾ പൊതുപരിപാടികളിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ഇംഗ്ലീഷ് സംസാരിക്കരുതെന്നുമാണ് RSS തലവൻ മോഹൻ ഭാഗവത് പറയുന്നത്. പത്തനംതിട്ടയിൽ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഹൈന്ദവ ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നേതാവ്. ധർമ്മം എന്നത് ഹിന്ദുമതത്തിന്റെ ആത്മാവ് ആണെന്നും ഓരോരുത്തരും അത് പിന്തുടരണമെന്നും മോഹൻ ഭാഗവത് പറയുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എല്ലാ കുടുംബങ്ങളും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയോ പാരമ്പര്യത്തിന് അനുസരിച്ചുള്ള ജീവിത രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ വേണം. നമ്മൾ സംസാരിക്കുന്ന ഭാഷ, സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, ധരിക്കുന്ന വേഷം എന്നിവ നമ്മുടെ ആചാരങ്ങളുമായി ചേർന്ന് പോകുന്നതാണോ എന്നത് ആലോചിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. നമ്മുടെ സമീപ പ്രദേശങ്ങൾ സന്ദർശിക്കണം. അവിടങ്ങളിൽ സഹായം ആവശ്യമുള്ള നമ്മുടെ സഹോദരങ്ങളെ കാണണം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കരുത്. മാത്രമല്ല, പ്രാദേശിക ഭക്ഷണം വേണം കഴിക്കാൻ. പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പരമ്പരാഗതമായ വേഷവിധാനങ്ങൾ വേണം പിന്തുടരാൻ. വിദേശ വസ്ത്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഹിന്ദുക്കൾ ശക്തിപ്പെടണമെന്നും അതിജീവനത്തിനു വേണ്ടി ഒരുമിക്കണമെന്നും RSS തലവൻ ആഹ്വാനം ചെയ്തു. ശക്തിപ്പെടുക എന്നതിന് അതിൻ്റെതായ ഭയങ്ങളുമുണ്ട്. കാരണം ആ ശക്തിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ്. അത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ആകരുത്. ലോകമെമ്പാടുമുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം മതമാകുന്നത് എന്തുകൊണ്ടെന്നാൽ പലരും കരുതുന്നത് തങ്ങളുടെ മതവും വിശ്വാസവും മാത്രമാണ് മഹത്തരം എന്നതിനാലാണ്. ഹിന്ദുമതം വ്യത്യസ്തമാണ്. കാരണം ഹിന്ദുമതം പിന്തുടരുന്നത് സനാതന ധർമ്മത്തെയാണ്. സനാതന ധർമ്മം ആഹ്വാനം ചെയ്യുന്നത് ഐക്യത്തിനാണ് എന്നും മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടി. ധർമ്മമാണ് ഹിന്ദുവിന്റെ പ്രാണൻ. മതത്തിന്റെ പേരിൽ ലോകത്ത് കലഹങ്ങൾ ഏറി വരുന്നു. ഏകതയാണ് ഹിന്ദുധർമ്മത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തങ്ങളുടേതാണ് മികച്ചതെന്ന വാദം തെറ്റാണ്. ഭിന്നിച്ചു നിൽക്കുന്ന ഹിന്ദു സമൂഹം ഉള്ളിലെ ശക്തി തിരിച്ചറിഞ്ഞ് ഐക്യത്തോടെ നിന്നാൽ വളരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നു. കുടുംബത്തിലെ ഒരുമയിലൂടെയും കൂടിച്ചേരലുകളിലൂടെയും ഇതിനെ പ്രതിരോധിക്കാം. സംസ്കാരത്തിലും വസ്ത്രത്തിലും ഭാഷയിലും സ്വദേശി സംസ്കാരം ഉയർത്തിപ്പിടിക്കണമെന്നും നേതാവ് ആഹ്വാനം ചെയ്തു. തീർന്നില്ല. പരിസ്ഥിതിയിൽ ഈശ്വര ചൈതന്യമുള്ളതിനാൽ ഹിന്ദുധർമ്മത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഏറെ പ്രധാനമാണ്. ഭേദഭാവം വെടിയാനാണ് ശ്രീനാരായണ ഗുരു സമൂഹത്തോട് പറഞ്ഞത്. വസുദൈവ കുടുംബകം എന്ന കാഴ്ചപ്പാടാണ് ഗുരു മുന്നോട്ട് വെച്ചത് എന്നും RSS തലവൻ എടുത്തു പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മോഹൻ ഭാഗവത് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇത്തരം വാദങ്ങൾക്കൊന്നും ബുദ്ധിയുള്ളവർ ചെവി കൊടുക്കാറില്ല എന്നതാണ് സത്യം.